ഗുഡ് മോർണിംഗ്. യോഹന്നാൻ സിമിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ മണി പ്ലാന്റ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഈസി ആൻഡ് സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. എനിക്കിതുപോലത്തെ ഒരു തണ്ട് മണി പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പം ഒരു ഹെൽത്തി കട്ടിംഗ് ആയിരിക്കണം. അതായത് ഒരു ലീഫും ഒരു നോഡുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ 2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് സാധാ പച്ചവെള്ളമാണ് കേട്ടോ. അതിലേക്കാണ് ഞാൻ ഈ തണ്ടുകൾ ഇടാൻ പോകുന്നത്. ഒരു ഗ്ലാസ്സിൽ 4 തണ്ട് വെച്ചാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ 10 ദിവസത്തിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഓരോ സ്റ്റെമ്മയിലും ഇതുപോലത്തെ ഓരോ റൂട്ട് ഇങ്ങനെ വേര് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. മണി പ്ലാന്റ് ഇങ്ങനെ വെള്ളത്തിൽ വെക്കുമ്പം ആ വെള്ളം നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ചേഞ്ച് ചെയ്യണം. ഇലകൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ നല്ല പച്ചവെള്ളം തന്നെ അതിനകത്ത് ഇങ്ങനെ സ്പ്രേ അടിച്ചാൽ മതി. പച്ച പാലുകൊണ്ട് സ്പ്രേ അടിക്കാം. പിന്നെ ആസ്പിരിൻ ടാബ്ലറ്റ് ഡിസോൾവ് ചെയ്തിട്ട് ആ വെള്ളവും സ്പ്രേ അടിക്കാം കേട്ടോ. ഈ സ്റ്റെമ്മ് 30 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ പുതിയൊരു ബ്രാഞ്ചാണിത്. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊരു തണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇലയുണ്ട്. പിന്നെ അതിൻ്റെ റൂട്ടാണ് ഈ കാണുന്നത്. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വെള്ളത്തിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊതുകും ശല്യമുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഗ്യാപ്പ് കൊടുക്കരുത് കൊതുകിന് അതിൻ്റെ അകത്ത് കയറി മുട്ടയിടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഗ്ലാസ് ആണ് അല്ലെങ്കിൽ ബോട്ടിൽസ് ആണ്, വലിയൊരു വെസൽ അല്ലെങ്കിൽ ഫ്ലവർ വാഷ് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഇതുപോലെ ഇലകൾ കവർ ചെയ്തിട്ട് കൊതുവിന് അതിൻ്റെ അകത്ത് കയറാൻ പറ്റാത്ത വിധത്തിൽ നല്ല ബുഷി പോലെ ആക്കി വെക്കുക. അപ്പോൾ അതിനകത്ത് കൊതുവിന് കയറി മുട്ടയിടാൻ അവസരം ഉണ്ടാവില്ല. അപ്പോൾ കൊതു ശല്യങ്ങളും ഉണ്ടാവത്തില്ല. ഇതിപ്പോൾ ഞാനൊരു ഗ്ലാസ്സിനകത്താണ് വെച്ചിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഗ്ലാസ് കപ്പാസിറ്റി ചിലപ്പോൾ അതിന് കുറഞ്ഞെന്ന് വരും. അതുകൊണ്ട് അത് നന്നായിട്ട് ബുഷിയായിട്ട് വളരണമെങ്കിൽ വലിയൊരു ചെടിച്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഫാൻസി ആയിട്ടുള്ളൊരു പോട്ടിലേക്കോ മാറ്റുക. അല്ലെങ്കിൽ ചെടികളുടെ ഇല വാടാൻ തുടങ്ങും, ഒരു മഞ്ഞ കളറ് വരാൻ തുടങ്ങും. പ്രൊപ്പഗേഷൻ്റെ സമയത്ത് നമ്മൾ എപ്പോഴും 2 മണിക്കൂറത്തെ വെയിൽ, രാവിലത്തെ വെയിൽ മണി പ്ലാന്റിന് കൊള്ളിക്കാൻ ശ്രമിക്കുക. അത് എവിടെയെങ്കിലും ജനലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ബാൽക്കണിയിലോ 2 മണിക്കൂർ വെയിൽ ധാരാളമാണ് കേട്ടോ. ഈ തണ്ട് നമുക്ക് എടുത്തിട്ട് മണ്ണിലേക്കും നടാട്ടോ. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ വെച്ച് ചെയ്ത് സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ്. നിങ്ങൾക്കും ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.